ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇത് നമ്മളുള്ളത് അൽ ഖുദ്രിയ ആ ഒരു ഐലാൻഡിലാണുള്ളത്. അപ്പോൾ നമ്മളിന്ന് ബീച്ച് കാണാൻ വന്നതാണ്. എല്ലാവർക്കും എൻ്റെ ഈ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ കമോൺ. അങ്ങനെ ഞങ്ങൾ 73 നമ്പർ ബസ്സൊക്കെ വന്നിറങ്ങി. ആടെ ഇറങ്ങിയിട്ടുണ്ട്. അവിടെ തന്നെയാണ് എൻ്റെ സ്റ്റോപ്പ് വരുന്നത്. കുറച്ചൊന്നുള്ളിലോട്ട് നടന്നു കഴിയുമ്പോഴത്തേക്ക് എൻട്രൻസ് ഫീ ഒന്നുമില്ല, കയറിയാൽ മതി. പാർക്കാണ് സത്യം പറഞ്ഞത്, ഐലാൻഡ് പാർക്ക്. പിന്നെ നമ്മുടെ റമദാൻ ടൈം ആയതുകൊണ്ട് തന്നെ ആരും അങ്ങനെ ഇല്ല, എല്ലാം ഓപ്പണായി വരുന്നേ ഉള്ളൂ. ഈവനിങ് കുറച്ചും കൂടി ടൈം കഴിയുമ്പോഴാണ് കുറച്ചും കൂടി ഹാപ്പനിങ് പ്ലേസ് ആകുന്നത്. ഞങ്ങൾ വന്നപ്പോൾ തന്നെ ഒരു 3:45 ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും വരുന്നേ ഉള്ളൂ. നോമ്പ് ഉള്ള സമയമായതുകൊണ്ട് ആരും അങ്ങനെ ഇല്ല. പിന്നെ ഞങ്ങൾ റീലൊക്കെ എടുത്തു വിടുന്ന്. ഭയങ്കര രസമാണ്, നല്ല ഫ്രെയിമാണ് എല്ലാ സൈഡ് തിരിഞ്ഞാലും. പിന്നെ ഇങ്ങനെ നടക്കുക, കുറേ ബാക്ക്ഗ്രൗണ്ടിലെല്ലാം മ്യൂസിക് ഒരു പ്ലേ ഉണ്ട്. ഒക്കെ കേൾക്കാനും കാണാനൊക്കെ നല്ല രസമുണ്ട്. കാര്യമായിട്ടാണ്, നല്ല ഭംഗിയുള്ള സ്ഥലമാണ്. എന്താ രസമുണ്ട്. വീക്കെൻഡ്സിലൊക്കെ വരാൻ നല്ലതാണ്. റമദാനായതുകൊണ്ട് ഇവിടെ ആള് കുറവാണ്. ലോണുണ്ട്. ഇത് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഫെയർ, അതായത് ടിക്കറ്റ് ഒന്നും ഇല്ലായിരുന്നു കേട്ടോ. ഇപ്പോഴാണ് ടിക്കറ്റൊക്കെ ആയിട്ടുള്ളത്. അപ്പോൾ എല്ലാ കാര്യങ്ങളും നമ്മൾ ആക്സസ് ചെയ്യണമെങ്കിൽ ടിക്കറ്റ് ഉണ്ട്. അഡൽസിനും ചിൽഡ്രൻസിനും ഒക്കെ ഉണ്ട്. പിന്നെ ഇത് അങ്ങനെ നടക്കാനുള്ള, അതായത് നടന്നു പോകുമ്പോൾ തന്നെ നമ്മുടെ ഗെയിമിൻ്റെ ഏരിയ ആണ് കേട്ടോ. നമ്മുടെ ഹൂക്ക് ഡക്ക് ഒക്കെ ഉണ്ട്. പിന്നെ കുഞ്ഞുങ്ങളുടെ പാർക്ക് ഉണ്ട്. പിന്നെ അങ്ങനെ കുറേ സ്ഥലങ്ങളുണ്ട്. നമുക്ക് മൾട്ടിപ്പിൾ എന്താ പറയുക കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഈവൻ കഫറ്റീരിയാസ് ഉണ്ട്. പിന്നെ സ്കേറ്റിങ്ങിൻ്റെ ഉണ്ട്. അതാണ് നമ്മളിപ്പോൾ കാണാൻ പോകുന്നത് കേട്ടോ. അതായത് നമുക്ക് സ്കേറ്റിംഗ് ബോർഡ് ഇവിടെ തന്നെ അവർ നമുക്ക് തരും. അപ്പോൾ നമ്മൾ അതിനൊരു ഫീ ഉണ്ട്. അത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ സ്കേറ്റിംഗ് ഒക്കെ ഉണ്ടാവും. അതിനോടൊക്കെ ക്രേസ് ഉള്ളവർക്കൊക്കെ നല്ലതാണ് കേട്ടോ. ആക്ച്വലി അത്രയും ടൈം നമ്മൾ എൻഗേജ്ഡ് ആവും. ഒരു സ്ഥലത്ത് വന്നു കഴിഞ്ഞാൽ മൾട്ടിപ്പിൾ കാര്യങ്ങൾ നടക്കുമ്പോഴത്തേക്ക് നല്ലതാണ്. പിന്നെ അതിന് സൈഡിൽ തന്നെ ഇവിടെ ഫെയർ കൊടുത്തിട്ടുണ്ട്, കണ്ടില്ലേ? അങ്ങനെ ഓരോരുത്തരുടെ അഡൽസിന് ഇത്ര എന്താ പറയുക അവേഴ്സ് ഇത്രയാണ്, ഹാഫ് ആൻ അവറൊക്കെ തന്നെ ഹാർഡ്ലി ഉണ്ടാവുള്ളൂ. പിന്നെ ഈ സ്ഥലം ഞങ്ങൾ കുറച്ച് കാലം മുന്നേ, അതായത് എൻ്റെ ഹസ്ബൻഡ് കുറച്ചേരം മുന്നേ വന്നിട്ടുണ്ട്. അപ്പം അതിൻ്റെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞ് നടക്കുന്നത്. അപ്പം അന്നൊന്നും ക്ലോസ്ഡ് അല്ല കാണുന്ന സ്ഥലമാണ്. ഇപ്പം അതെല്ലാം ക്ലോസ്ഡ് ആണ്. അത് ആ ഒരു ടൈമിൽ മാത്രമേ ഓപ്പൺ ചെയ്യൂ. അങ്ങനെയാണ് ഞങ്ങൾക്ക് അറിയാൻ കഴിയും. ഈ ബോർഡ് സൈൻ ബോർഡാണ്, കാണാം. എല്ലാ കാര്യങ്ങളും മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതില് എന്താ പറയാ പ്രേയർ ഹാളും എല്ലാം മെൻഷൻ ചെയ്തിട്ടുണ്ട്. നടന്ന് വേറൊരു സൈഡ് തന്നെ എത്തുട്ടോ. എല്ലാ സ്ഥലത്തും ഭയങ്കര ഫോട്ടോയ്ക്ക് പറ്റിയ ഫ്രെയിം ഉണ്ട്. ആർക്ക് വന്നാലും നല്ലോണത്തിൽ ഫോട്ടോ ഒക്കെ എടുക്കാൻ ഇഷ്ടം പോലെ സ്ഥലമാണ് കേട്ടോ. ഇത് ഗെയിം ഏരിയ ആണ്. എനിക്ക് തോന്നുന്നു 20 dirhams എങ്ങാണ്ടാണ് ഒരാൾക്ക്. എല്ലാം ആ 3 എന്നാണ് ഗെയിമിന്റെ കാര്യങ്ങൾ കേട്ടോ. അപ്പൊ ഞങ്ങളിങ്ങനെ പറയായിരുന്നു കളിക്കണോ വേണ്ടേ. അവിടെ ആരും ഇല്ല. അപ്പൊ വേറെ ആരെയും കളിക്കുന്ന കണ്ടാലേ നമുക്ക് അതിന്റെ ടെക്നിക്ക് മനസ്സിലാവും. അപ്പൊ ഞാൻ അതിങ്ങനെ വായിക്കായിരുന്നു. ഇങ്ങനെ ഹൂക്ക് ഡക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് 2 ഡക്സിന് 30 dirhams 40 dirhams ഒക്കെയാണ്. അപ്പൊ അവർ ചോദിക്കുന്നുണ്ട് കളിക്കുന്നുണ്ടോ എങ്കിലും നമുക്കത് എങ്ങനെയാന്നൊക്കെ പറഞ്ഞു. പിന്നെ കുറേ കഫറ്റീരിയ വെച്ചാല് കുറേ ഉണ്ട്. ഞാനിങ്ങനെ അതിൻ്റെ ഇടയിൽ പറയായിരുന്നു, ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഡബിൾ ഫ്രെയിമിൽ ഇങ്ങനെ ഇത് ചെയ്യുന്നത്. അപ്പൊ ഞാൻ പറയുന്നത് നല്ല രസം, നമുക്ക് ഒരാളുടെ ആവശ്യമില്ലല്ലോ നമ്മുടെ വീഡിയോ എടുത്തിട്ടല്ല. അപ്പൊ അത് പറയുന്നുണ്ടായി. പിന്നെ ഇതേപോലെ ബാത്ത് ഏരിയ ഉണ്ട്. കുറേ നടക്കാനുണ്ട് അത്യാവശ്യം. പിന്നെ അവിടെ അങ്ങനെ നമ്മളങ്ങനെ ഇത് ചെയ്യുന്നില്ല. ഇവിടെ വരുമെന്നൊന്നും പറഞ്ഞ എല്ലാ ഷോപ്പിലെ ആൾക്കാരും ഉണ്ട്. അവരാരും വിളിക്കുന്നില്ല. നമുക്ക് ഏതാച്ചാലും നമുക്ക് കയറി ചെയ്യാൻ. പിന്നെ ഞങ്ങൾ കുറേ വീഡിയോ എടുത്തു. അത് റീൽസൊക്കെ ആയിട്ടൊക്കെ ഞങ്ങൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. നമ്മളെന്താ കഴിക്കണ വിഷയം പിനാക്കോള എന്താ പറഞ്ഞത്. പിന്നെ നമ്മുടെ ഓൾ ടൈം ഫേവറേറ്റ് ഇതൊരു പാക്കറ്റ് നമ്മൾ കഴിച്ചിട്ടുണ്ടല്ലേ. ഇത്
നല്ല ഷോപ്പാണ്. കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ എല്ലാം ഉണ്ടാവും. ഇതാണ് നമ്മുടെ ബറി പിനാക്കുളം. ഇതെൻ്റെ ഭർത്താവ്. ഇതിൽ വയസ്സിനേറിയതല്ലേ? ഇത് കഴിച്ചു നോക്കറോ? എനിക്ക് ഇത് ഇഷ്ടം, ഇത് ഇഷ്ടം, രണ്ടും ഇഷ്ടം. എനിക്കത് ഭയങ്കര ഇഷ്ടം. ഏതാ? ഞങ്ങൾ അവിടെ ഇരുന്നിട്ട് ടൈം ലാപ്സിൽ കുറേ വീഡിയോ വെറുതെ ഇങ്ങനെ എടുത്തിനു. അങ്ങനെ കുറേ നേരം നമ്മൾ സ്പെൻഡ് ചെയ്തു. നമ്മൾ ഒരു റീലെടുത്തതിൻ്റെ ക്ഷീണമാണ് ഇതകത്താക്കി ഞങ്ങൾ എന്താ പറയുക സഹിച്ചത്. കാരണം ഞങ്ങൾ റീലൊക്കെ എടുക്കണം എന്ന് പറഞ്ഞാൽ വന്ന ഡാൻസ് റീൽ എടുത്തിട്ടുണ്ടായി. അപ്പം രസമുള്ള സ്ഥലമാണ്. സീരിയസ്ലി എല്ലാവരും വരും. ഞങ്ങളിപ്പോൾ ഒരു സ്മൂത്തി അകത്താക്കി. നല്ലതുണ്ടായില്ലേ? എനിക്ക് ഭയങ്കര പൈസ എടുത്ത് തോന്നിയൊന്നുമില്ല ഇവിടെ. എനിക്കൊരു ബാക്കി എല്ലാത്തിനും ടിക്കറ്റ് ഉള്ളതുകൊണ്ടായിരിക്കും. ഗൈസ് ടിക്കറ്റ് ഫെയർ ഉണ്ട് കേട്ടോ നമ്മുടെ ബീച്ചിൽ ഇറങ്ങാനൊക്കെ. അതുകൊണ്ടായിരിക്കും അവരത് പുതിയൊരു ഡെസ്റ്റിനേഷനിൽ പോകാം. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ഞങ്ങൾ അടുത്ത് കയറാൻ പോകുന്ന ഡെസ്റ്റിനേഷൻ. ഉണ്ടോ? ബീച്ചിന്റെ സൈഡിലായിട്ട് ലോണിൽ കൂടെ നടക്കാൻ നല്ല സുഖാട്ടോ. അതായത് നല്ല വെയിലും ചൂടൊക്കെ ഉണ്ടെങ്കിലും കുഴപ്പമില്ല. ടിക്കറ്റ് ഉള്ളത് കൊണ്ടാണെന്ന് തോന്നുന്നു അവിടെ അത്ര തിരക്കൊന്നും ഇപ്പൊ തീർത്തില്ലായിരുന്നു. ഈവനിങ് ഒക്കെ ആകുമ്പോഴത്തേക്കും കുറേ ആൾക്കാരൊക്കെ വരും. കുറേ നേരം നമ്മൾ നടന്നു കേട്ടോ. നടന്ന് കാണാനൊക്കെ ഉണ്ട്. നമുക്ക് എവിടെ വേണം അവിടെ ഇരിക്കാം. അത്യാവശ്യം അടിപൊളിയാണ് സീനറിയും കാര്യങ്ങളും. പിന്നെ ഈ ബീച്ചിൻ്റെ സൈഡിൽ നമുക്ക് നിന്ന് ഫോട്ടോ എടുക്കാനും പിന്നെ അങ്ങനത്തെ ആക്ടിവിറ്റീസൊന്നും പ്രശ്നമൊന്നുമില്ല കേട്ടോ. പക്ഷെ റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള സ്ഥലത്തൊന്നും നമുക്ക് നിൽക്കാൻ പറ്റില്ല. പിന്നെ ബഗ്ഗി സർവീസ് ഉണ്ട്, നമുക്ക് ബഗ്ഗി ഓപ്റ്റ് ചെയ്യാം. അത്യാവശ്യം കുറേ പേര് യൂസ് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. ഫാമിലി ആയിട്ടൊക്കെ വരുന്നവർക്ക് നല്ലൊരു ഓപ്ഷനാണ് ബഗ്ഗി യൂസ് ചെയ്യുന്നത്. അത്യാവശ്യം എല്ലാ റെസ്റ്റോറൻറ്റും അടുത്തുണ്ട് കേട്ടോ. സീ ഫുഡിൻ്റെതും സ്റ്റീക്കും ഒക്കെ ഉണ്ട്. അവിടെ ഉണ്ടായിരുന്നത് തോന്നുന്നു അരണ്ണ വളർത്തുന്നുണ്ട് കേട്ടോ. നല്ല പീസ്ഫുൾ ആയിട്ടുള്ള സ്ഥലം, അടിപൊളി സ്ഥലം, അടിപൊളി സ്ഥലം. വൺസ് എല്ലാവരും വന്നത് കാണുക. ബസ്സിൽ വരുന്നവർക്കാണെങ്കിൽ മരുന്ന് സൈഡിൽ നിന്നാണ് നമുക്ക് ബസ് ഉണ്ടാവും. പിന്നെ കഴിഞ്ഞു. ഞങ്ങളങ്ങനെ ഇറങ്ങുന്ന ബസ്സിന് വെയിറ്റ് ചെയ്യാണ്. ഈ ഇറക്കിയടുത്ത് തന്നെ ബസ് വരും കേട്ടോ. അപ്പോൾ ഗൈസ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ചെറിയ വീഡിയോ ആണ്. എല്ലാവർക്കും ഇഷ്ടമാണ് വിചാരിക്കുന്നത്. ഇത് ഈ ഒരു ബീച്ചിൽ എല്ലാവരും വീക്കെൻഡ്സിലൊക്കെ വരാൻ പറ്റിയ സ്ഥലമാണ്. പിന്നെ അതുപോലെ എല്ലാ ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. എല്ലാവർക്കും വരാം. ഒരു ഈവനിങ് ഒക്കെ അടിപൊളിയായിട്ട് സ്പെൻഡ് ചെയ്യാം.
നമുക്കൊന്നും ബാർബിക്യൂ സെറ്റപ്പ് ഒന്നും ഇല്ല. ജസ്റ്റ് നമ്മുടെ ബീച്ചിൽ വരിക, ചിൽ ഔട്ട് ചെയ്യുക, അടിപൊളി. സോ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും. അപ്പോൾ ഡു ലൈക്ക്, സബ്സ്ക്രൈബ്.